ഹലോ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് കാണാം കേട്ടോ. കാലിക്കറ്റ് ബേബി ഹോസ്പിറ്റലിലോട്ടാണ്. നമ്മളവിടെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. റെമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുള്ളത്. ഞാൻ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്ക് വാദത്തിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ എന്താ പറയുക, കാര്യമായിട്ടൊന്നും കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ. അങ്ങനെ നമ്മൾ കോഴിക്കോട് ബേബിയിലെത്തി കേട്ടോ. നമ്മളിവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് നെക്സ്റ്റ് മന്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ പ്രീവിയസ് മന്തിൽ തന്നെ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്താൽ കറക്റ്റ് ടൈമിന് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ തന്നെ ഇവിടുന്ന് പെട്ടെന്ന് പോകാനും പറ്റും കേട്ടോ. കാണിച്ചിട്ട് പെട്ടെന്ന് തിരിച്ച് പോകാനും പറ്റും. ഇന്ന് നമുക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണിച്ചു തിരിച്ച് പോവുകയാണ് കേട്ടോ. തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ കാലിക്കറ്റ് തന്നെ ഒരു ഹോട്ടലിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയാവും. കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ കാലിക്കറ്റ് കണ്ണൂർ ഭാഗമൊക്കെ ഫുഡൊക്കെ അടിപൊളിയാവുമല്ലോ, അത് വിചാരിച്ചിട്ടാണ് കയറിയത്. അങ്ങനെ ഞങ്ങൾ ഓരോ ഡിഷസ് ഓർഡർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഓരോന്ന് ഓർഡർ ചെയ്ത് ഫുഡ് വന്നപ്പോഴത്തേനും എൻ്റെ എല്ലാ മൂടും പോയി. ഇതാട്ടോ ഫുഡിൻ്റെ അവസ്ഥ. അപ്പം ഞാൻ ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ നിന്നില്ല. നമ്മൾ തിരിച്ച് പോന്നു. കോട്ടക്കലെത്തി നമ്മൾ നേരെ കുട്ടിക്ക് കാത് കുത്താനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ. ഹയ എന്നാണ് ആളുടെ പേര്. ഇതെന്തിനാ നമ്മൾ ഡ്രസ്സ് എടുക്കണേ? എന്തിനാ? കാതുത്താൻ പോവാനാ? ഇങ്ങനെ കാട്ട് ഒക്കെ മാമി പറഞ്ഞു. അങ്ങനെ ഞാൻ കൊണ്ട് അവിടെയുള്ള ഓരോ ഡ്രസ്സുകളൊക്കെ ട്രയലൊക്കെ ചെയ്യിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഫുള്ള് സെറ്റാണ് കേട്ടോ. പക്ഷേ ഇത് നല്ല കുത്തുന്ന കാരണം ആൾക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടില്ല. ആൾ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഇതാണ്. എനിക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് കേട്ടോ. നമ്മളെ കോട്ടക്കൽ സീനത്തിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ അവിടെ തന്നെ തൊട്ടടുത്തുള്ള ഫാൻസി ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഓരോ സംഭവങ്ങളൊക്കെ ഇട്ട് നോക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പം അങ്ങനെയല്ലേ കുട്ടികളൊക്കെ ഒരുക്കിയിട്ടൊക്കെ അല്ലേ ജ്വല്ലറിക്ക് കൊണ്ടുപോവുക. ഫസ്റ്റത്തെ പോലെ കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായ പോലെ അല്ലല്ലോ. അത് ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴും എന്നോട് പറയും, മാമി എനിക്ക് അങ്ങനെ ചെയ്തു തരണം, ഇങ്ങനെ ചെയ്തു തരണം. അങ്ങനെയൊക്കെ ഫൈനലി അവളുടെ ഡേ എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവളെ സെറ്റാക്കാതിരിക്കുമോ? നമ്മളവിടെ ആകെയുള്ളൊരു പെൺകുട്ടിയായിരുന്നു കേട്ടോ. ഇപ്പം കാക്കാൻ്റെ വൈഫ് രണ്ടാമത് പ്രസവിച്ചപ്പം ആൾക്കൊരു ബേബികളുണ്ട്. ഇപ്പോൾ 2 ആൾക്കാരായി. നമ്മളങ്ങനെ ആളെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ഫാൻസി എല്ലാം എടുത്ത് ആളെ സെറ്റാക്കി. പിന്നെ എൻ്റെ ഓരോ കോപ്രായത്തരങ്ങൾക്ക് ആൾ നിന്ന് തരികയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് വെക്കാൻ പറയുമ്പോൾ അങ്ങോട്ട് വെക്കും, ഇങ്ങോട്ട് വെക്കാൻ പറയുമ്പോൾ ഇങ്ങോട്ട് വെക്കും. ഫൈനലി മാഷാ അല്ലാഹ് ആൾ സുന്ദരിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കാത് കുത്താൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ മുതൽ ഡ്രസ്സ് എടുക്കലും ഈ ഒരുങ്ങലും വണ്ടി കയറലും ഇവിടം വരെ എല്ലാം ഓക്കെയാണ് കേട്ടോ. ആൾ നല്ല ഹാപ്പിയാണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ആളെ കൊണ്ട് ഓരോന്നും പറയിപ്പിക്കുകയാണ് കേട്ടോ. ആ ആക്ഷൻസാണ് കേട്ടോ ആൾ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് കാണിച്ചു തരുന്നത്. മാഷാ അല്ലാഹ് നല്ല ഭംഗിയാണില്ലേ കുട്ടികളെങ്ങനെ ഒരുക്കാനും അവരോരോ ആറ്റിറ്റ്യൂഡൊക്കെ കാണാനും അവരെ കാട്ടിലൊക്കെ കാണാനൊക്കെ. അങ്ങനെ ഫൈനലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാതുത്താൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ളത് പാങ്ങ് ചേണ്ടിയിലുള്ള ദമാം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ജ്വല്ലറിയിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ദമാം ജ്വല്ലറി നമ്മൾ സെലക്ട് ചെയ്യാൻ കാരണം നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് ധരിപ്പിച്ചിട്ടാണ് കാത് കുത്തുക, അപ്പോൾ കുട്ടിക്ക് വലിയ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് കേട്ടോ. അങ്ങനെ അവർ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാത് കുത്താൻ വേണ്ടിയിട്ട്. ചെറിയൊരു സ്പ്രേ ആണ് കേട്ടോ അവർ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. ഇപ്പം നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാലറിയാം ആളുടെ ഓരോ മൂഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്ക് ചെറിയൊരു ഫിയറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആളുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് കേട്ടോ. കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആളുടെ ഫേസിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ സ്പ്രേ ഇതാണ് കേട്ടോ. ഇത് യൂസ് ചെയ്ത് ധരിപ്പിച്ചിട്ടാണ് നമ്മളിനി കാത് കുത്താൻ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ കാത് കുത്തൽ പ്രോസസ്സിങ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫൈനലി അവർ കാത് കുത്താനുള്ള മറ്റേ ഗണ്ണായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലായിരുന്നു കേട്ടോ ഹയ ബേബിയുടെ റിയാക്ഷൻ വന്നിട്ട്. ആൾ പെട്ടെന്ന് ആ സൗണ്ട് കേട്ടിട്ടാണ് തോന്നുന്നത് പെട്ടെന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ കരയാൻ തുടങ്ങി കേട്ടോ.
നല്ല രീതിയിൽ തേങ്ങി കരയാൻ തുടങ്ങി. ആൾക്കങ്ങനെയാണ് കേട്ടോ, വിഷമമൊക്കെ വന്നാൽ ആളത് റിപ്പീറ്റ് ചെയ്ത് ആലോചിച്ചിട്ട് അങ്ങനെ തേങ്ങി കരയലാണ് ആളുടെ മെയിനായിട്ടുള്ള കാര്യം. നമ്മളാരും എത്ര സമാധാനിപ്പിച്ചിട്ടും ആൾക്കൊരു എന്താ പറയുക സാറ്റിസ്ഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആൾ ആ കരച്ചിൽ തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളിങ്ങനെ കരയുന്ന സമയത്ത് അവരുടെ ബോഡി നന്നായിട്ട് ഷെയ്ക്കാവും. അപ്പോൾ ആ ടൈമിൽ നമ്മളൊരിക്കലും ഇതടിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഫൈനലി അൽഹംദുലില്ലാ നമ്മൾ നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ മാമിനെ നോക്കാം. അപ്പം നമ്മളെങ്ങനെ നോക്കിയിട്ടും ആളുടെ കരച്ചിൽ ഒന്ന് സമാധാനപ്പെടുന്നില്ല കേട്ടോ. ആൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അവിടെയുള്ള ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തു കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ നിന്നാണ് ചൂസ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്നൊരു കളറാണ് നമ്മൾ ചൂസ് ചെയ്തത് കേട്ടോ. അങ്ങനെ ഫൈനലി ആൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പം സ്റ്റാഫുകൾക്കൊക്കെ നമ്മൾ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെയും വീഡിയോ ക്യാപ്ചറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവരുടെ പേജിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ഡേ എങ്ങനെയൊക്കെയാണ് കേട്ടോ പോയത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇൻഷാ അല്ലാഹ് വീക്ക്ലി നമ്മളൊരു ലോങ് വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ.